ഹലോ, ഇന്ന് കീ ചെയിൻ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അപ്പോൾ വെൽക്കം ബാക്ക്. ആദ്യം തന്നെ സ്റ്റെം ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ സ്ലിപ്പ് നോട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് ഇതിലോട്ട് 40 ചെയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് എന്തോരം വേണോ അതനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 40 എണ്ണമാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതിത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ചെറി ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ അതിന് മാജിക് റിങ് ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. മാജിക് റിങ് ഇട്ട് കൊടുക്കാം. മാജിക് റിങ് ഇട്ട് കഴിഞ്ഞ് മാജിക് റിങ്ങിലോട്ട് 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 5 എണ്ണോടെ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 6 എണ്ണം. സിംഗിൾ ക്രോഷ്യ ഇട്ട് കഴിയുമ്പം മാജിക് റിങ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെയിൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത റൗണ്ടിൽ ഓരോ ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഞാൻ ചെയ്തു. ഇനി ഈ സെയിം ചെയിനിലോട്ട് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ കിട്ടണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെയിൻ കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഈ റൗണ്ടിൽ ആദ്യത്തെ ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. 1 2 1 2 അങ്ങനെ പോകണം. അപ്പോൾ ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യ കിട്ടും. അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കും. ഈ റൗണ്ടിൽ ആദ്യത്തെ ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അടുത്ത ചെയിനിലോട്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
മൂന്നാമത്തെ ചെയിനിലോട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിലോട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, അത് കഴിയുമ്പം നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻക്രീസ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഫൈനൽ 24 സിംഗിൾ ക്രോഷ്യ കിട്ടും. ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് സ്റ്റെമ്മ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സൈഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ വലിച്ച് അതിൻ്റെ ഫസ്റ്റ് ചെയിന് ഉള്ളിൽ വരുന്ന പോലെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചെയിൻ ഇടാം. എന്നിട്ട് ഈ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യ. അത് കഴിയുമ്പം ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയുള്ള 6, 7, 8 റൗണ്ടിൽ ഈ സെയിം ആണ് ചെയ്യേണ്ടത്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 8ാമത്തെ റൗണ്ട് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ആദ്യത്തെ ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അടുത്ത ചെയിനിലോട്ട് ഒരു ഡിക്രീസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡിക്രീസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, ഒരു സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി 10th റൗണ്ടിൽ ആദ്യത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യയും
നെക്സ്റ്റ് ചെയിനിൽ ഒരു ഡിക്രീസാണ് ചെയ്യേണ്ടത്. മുമ്പ് ചെയ്തതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്. അത് 5 തവണ ചെയ്താൽ മതി. ഒരു ചെയിൻ മിച്ചം വരും കേട്ടോ. അങ്ങനെ ടോട്ടൽ 10 സിംഗിൾ ക്രോഷ്യ കിട്ടും. ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് സ്റ്റഫിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിഗിനേഴ്സിൻ്റെ കയ്യിൽ മെയിനായിട്ട് ഫൈബർ ഫില്ലിങ്സ് ഇല്ലായിരിക്കും. അപ്പോൾ ഇതുപോലെ ക്ലോത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അത് ഫിനിഷ് ചെയ്യുമ്പോൾ അടുത്ത റൗണ്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ റൗണ്ടിൽ എല്ലാത്തിലും ഒരു ഡിക്രീസ് വീതമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 5 ഡിക്രീസ് ചെയ്ത് കൊടുക്കണം. ഡിക്രീസ് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഈ ടെയിലൊക്കെ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ 2 സൈഡും ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് ലീഫ് ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ അതിന് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. അടുത്ത ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ അടുത്ത ചെയിനിലോട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പം നെക്സ്റ്റ് ചെയിനിലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം.
ഇനി അടുത്ത ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ അടുത്ത ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിലോട്ട് വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇനി അടുത്ത ചെയിനിലോട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അടുത്തത് അവസാനത്തെ ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ സൈഡിൽ കൂടെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഈ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യേണ്ടത്.
സൈഡ് കംപ്ലീറ്റ് ആകുമ്പം ഒരു ചെയിനും കൂടി ഇട്ടിട്ട് അവിടെ കട്ട് ചെയ്ത് ഒന്ന് ആ ടൈലൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രോഷ്യ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇങ്ങനത്തെ ക്യൂട്ട് ഐഡിയാസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.